താങ്കൾ എന്നോട് CPM-ൽ നിന്നും BJP-യിലേക്ക് പോയിട്ടുള്ള ചില ആളുകളുടെ പേര് ചോദിച്ചു. ഞാൻ പറയാൻ എഴുതിയെടുത്തോളൂ, അറിഞ്ഞുകൊണ്ടെങ്കിൽ എഴുതിക്കോളൂ. ഒന്ന് അതല്ല, തീർന്നില്ലല്ലോ. എന്തോ വലമുണ്ടാക്കാൻ വന്നിരിക്കുക. ഞാൻ പറയാതെ പ്ലീസ് ഖഗൻ മർമു എന്ന് പറയുന്ന MLA, അദ്ദേഹം ഉത്തര മാൾഡാസ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നായിരുന്നു. 2001 മുതൽ 2019 വരെ MLA ആയിരുന്നു. അദ്ദേഹം BJP-യിൽ പോകുമ്പോൾ MP ആയി മത്സരിച്ചു. ഇപ്പൊ MP ആണ്. അദ്ദേഹം മത്സരിക്കാൻ പോകുമ്പോഴും അത് CPM-ന്റെ MLA ആണ്, രാജിവെച്ചിരുന്നില്ല. മഫൂജ ഖത്തൂൽ 2001 2006 MLA ആയിരുന്നു. കുമർഗഞ്ചിൽ നിന്നുള്ള MLA ആയിരുന്നു. ഇപ്പൊ BJP-യിലാണ്. മൊബഷർ അലി 2008 മുതൽ 2023 വരെ CPM-ന്റെ MLA ആയിരുന്നു. ഇപ്പൊ BJP-യിലാണ്. ഇനി അശോക് ദിന്ദ BJP പോയി. മൊബഷർ അലിയൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തന ഏതെങ്കിലും നേതാവ് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകാത്ത താങ്കളുടെ അവസരത്തിൽ ഇങ്ങനെ കിടന്ന് അടിക്കുന്നത് മോശമാണ് കേട്ടോ. ഇതാണ് പൊളിറ്റിക്കലി തന്തയില്ലായ്മ എന്ന് പറയുന്നത്. അല്ല, നിങ്ങളിങ്ങനെ ഈ തരത്തിലുള്ള സംഭാഷണത്തിലേക്ക് പോവല്ലേ? ഇത് ഈ വിഷയങ്ങൾ ഈ തന്തക്കിളി മത്സരത്തിൽ ആരാണ് ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നതെന്നുള്ളതാണ് ഇപ്പൊ വിഷയം. അല്ല, ഷാബു പ്രസാദ് ഞാനത് പറയണത് ആഗ്രഹിച്ചതല്ല. എന്നെ കൊണ്ട് പറയുന്നതാണ്. ഒരിക്കലെങ്കിലും നേതാവിന്റെ ഭാഷ ഉപയോഗിച്ച കേട്ടോ. അല്ല, ഇതിപ്പോ നിങ്ങൾ രണ്ടാളും പറയരുതെന്നേ. ഞാൻ അത് അപലപിച്ചല്ലോ. ശരി, പറയൂ. ശ്രീ ഷാബു പ്രസാദ് ഞാനിത് പറയാൻ ആഗ്രഹിച്ചില്ല. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഷ കേട്ടില്ലേ? അല്ല, അത് പറഞ്ഞില്ലേ, ഞാൻ പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി വേറെ കാര്യമാണ് പറയുന്നത്. അത് കേൾക്കൂ. ഷാബു പ്രസാദ് ഞാനിത് പറയുന്നത് ഒരിക്കലെങ്കിലും തിരിച്ചു പറയാതെ പോയാൽ അദ്ദേഹം അത് പിൻവലിക്കോ? അല്ല, അദ്ദേഹം അത് പിൻവലിക്കോ? പറയൂ. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് വലിയ പരാതിയാണ്. വേറെ എല്ലാ മാർഗങ്ങളും നോക്കി അറിഞ്ഞപ്പോ ഇപ്പൊ ഇത്തരത്തിലുള്ള അഭ്യാസം പറഞ്ഞു കഴിയട്ടെ, നമുക്ക് ചോദിക്കാലോ. പറഞ്ഞു കഴിയട്ടെ. പ്രയോഗത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടോ? അതൊന്ന് പറയാൻ സമ്മതിക്കൂ. എന്തായാലും പറയട്ടെ, അദ്ദേഹം പറയട്ടെ. ഷിജയ്ക്ക് ശാന്തത അത് പറയുന്നില്ല. അത് കേട്ടാലല്ലേ അദ്ദേഹം പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവൂ. അതുകൊണ്ട് അങ്ങ് ക്ഷമിക്കൂ. പറയൂ ശ്രീ ജ്യോതികുമാർ പറയൂ. നിങ്ങൾ ജ്യോതികുമാർ ചാമക്കാലയുടെ അവസരം പറഞ്ഞു. ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാനല്ല, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും അദ്ദേഹം വിവരം കെട്ടവനെ അങ്ങ് എന്നെ തെറ്റിദ്ധരിച്ചു. ഇതൊന്നും ഞാൻ ഓൺ ചെയ്തതല്ല. അല്ല, ആരും ഓൺ ചെയ്യണ്ട. നമുക്കത് വിടാം. ഇത് ഇദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഇങ്ങനെ പറയുന്നവരും വിവരം കേട്ടവരും നല്ല വിളിക്കണ്ട, അപ്പുറത്തേക്കാ വിളിക്കേണ്ടത്. ഞാൻ സാമാന്യ മര്യാദ കൊണ്ട് മര്യാദയ്ക്ക് കേരളത്തിലെ ജനങ്ങൾ നല്ല ആരോഗ്യകരമായ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ആണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ സംവാദമാണ് പ്രതീക്ഷിക്കുന്നത്. എന്റെ ബഹുമാനപ്പെട്ട പാനലിസ്റ്റുകൾ അത് എന്റെ അവസരത്തിൽ ഞാൻ സംസാരിക്കും. വിഷയത്തിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യൂ. ഇനി അങ്ങ് പറയാനുള്ളത് പറയൂ. ഇനി ആരും എനിക്ക് അഭിലാഷിന്റെ ആ സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് പിന്നെ എന്താ എതിരഭിപ്രായമുണ്ട്. എല്ലാവരെയും താങ്കൾ ജനറലൈസ് ചെയ്ത് ശരിയല്ല. ഇവിടെ ഈ ചർച്ചയിൽ ആരും പറയാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാനത് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ. ഇനി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെതിരായിട്ട് പറയുന്നു. ഞാനും ചോദിക്കട്ടെ, ഈ സംസ്ഥാനത്തിന്റെ മന്ത്രിയല്ലേ പറഞ്ഞത് ഒരു കോളേജിലെ പ്രിൻസിപ്പളിന് മറ്റേ പണിയായിരുന്നു എന്ന്? ഒരു ഡിവൈഎസ്പിക്ക് അവിടെ സമരം നടത്തിയ പിന്നെ എന്താ പെമ്പിളെ ഒരുമയുടെ നേതാക്കന്മാരുമായിട്ട് എന്തൊക്കെയാ പണിയെന്ന് പറഞ്ഞത്? നമ്മളാരെങ്കിലും ആണോ പറഞ്ഞത്? ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി അല്ലേ? അപ്പോ താങ്കൾക്ക് പ്രശ്നമില്ലായിരുന്നു. അത് ഏത് കോൺടെക്സ്റ്റിലാ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? അപ്പൊ താങ്കൾക്ക് പ്രശ്നമില്ലായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആൾ പരനാറി എന്നാ വിളിക്കുന്നത്, നികൃഷ്ടജീവി എന്നാ വിളിക്കുന്നത്, കടക്ക് പുറത്തുനിന്നാ പറയുന്നത്.
എന്നിട്ട് ഒരാൾ സാറിന്റെ പ്രസംഗം നന്നായിരുന്നു പറഞ്ഞാൽ ആ അഭ്യാസം എന്റെ അടുത്ത് വേണ്ടെന്നാ പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല അതിനകത്തേക്ക് എന്താ ഉള്ളത്. അപ്പോ ആ രീതിയിൽ സംസാരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതി ഞാൻ താങ്കൾ ചോദിച്ചത് BJP യിൽ പോയിട്ടുള്ള CPM-ന്റെ നേതാക്കന്മാരുടെ നീണ്ട ലിസ്റ്റ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് വാട്സാപ്പിൽ അയച്ചു തരാം, വായിച്ചാൽ തീരത്തില്ല. അത് പിന്നെ പശ്ചിമ ബംഗാളിൽ നിന്നും അതുപോലെ തന്നെ ത്രിപുരയിൽ നിന്നും പോയിട്ടുള്ള നേതാക്കന്മാരുടെ MLA-മാരും MP-മാരായിരുന്നവർ മാത്രം നിരവധി ആളുകളുടെ ലിസ്റ്റ് ഉണ്ട്. CPM-ന്റെ പാർട്ടി ഓഫീസിന്റെ ആ ചോപ്പൊന്ന് ഇച്ചിരി കാവ്യാക്കിയിട്ട് അവിടെ BJP എഴുതിയ പാർട്ടിയാണ് CPM. എവിടെ പോയി നിങ്ങളുടെ 2% എങ്ങനെ വോട്ട് ഷെയർ പോയി? 37 വർഷം 36 വർഷം ഭരിച്ചിരുന്ന സംസ്ഥാനമല്ലേ പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ. എന്നിട്ട് വന്നിരുന്ന് ഘോര സംസാരിക്കുക. ഇനി നോക്കൂ, ഇവിടെ പൊളിറ്റിക്കൽ ഞാൻ ഉപയോഗിച്ച വാക്ക് ഞാൻ വീണ്ടും ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരായിട്ടുള്ള നിങ്ങളുടെ വേവ് നമുക്ക് മനസ്സിലാവും. അത് പിന്നെ എന്താ നമ്മുടെ മാത്യു കുളനാടിനെതിരായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. മുഹമ്മദ് ഷിയാസിനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയൊക്കെ കോടതി ഉണ്ട്. അവിടെയൊക്കെ കോടതി ഉള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ അതിജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതില്ലാതെ വരുമ്പോൾ അവരെ അങ്ങ് ഡീമോറലൈസ് ചെയ്ത് കളയാം എന്ന ധാരണ നിങ്ങൾക്ക് വേണ്ട. അവരെന്തെങ്കിലും പിന്നെ പൊളിറ്റിക്കലി ഉപയോഗിക്കാൻ പാടില്ലാത്ത വാചകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കും. അത് ഏത് കോൺടസ്റ്റിലാണ് ഉണ്ടെങ്കിൽ. ഇനി അദ്ദേഹത്തിന് അതിന്റേതായ ന്യായീകരണം ഉണ്ടെങ്കിൽ അതായത് അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കും. അതിന് നിങ്ങളുടെ ആരുടെയും തിട്ടൂര ആവശ്യമില്ല. തിട്ടൂര ആവശ്യമില്ല. അത് ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് അവകാശവുമില്ല. നിങ്ങൾ അതിര് കിടക്കുന്നു. നമ്മൾ മത്സരിക്കുന്നത് പഞ്ചായത്തിലേക്കല്ലോ. നമ്മൾ മത്സരിക്കുന്നത് ഇപ്പൊ മത്സരം നടക്കുന്നത് ദേശീയ തലത്തിൽ പാർലമെന്റിലേക്കല്ലേ. പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദേശീയ തലത്തിൽ BJP-ക്ക് ബദലായിട്ടുള്ള പാർട്ടി ആരാണ്? ഏതാണ് യഥാർത്ഥ പാർട്ടി? ഏതാണ് പ്രാമുഖ്യമുള്ള പാർട്ടി? ശരിയാണ്, ഞങ്ങൾക്ക് ഒരുപാട് പരാധീനതകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് മെലിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ശോഷിച്ചിട്ടുണ്ട്. ശരിയാണ്. എന്താണ് ബദൽ? BJP-യുടെ ബദൽ ആരാണ്? കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയാണ് BJP-യുടെ ബദൽ. ആ ബദലിൽ താങ്കൾ പറയുന്നത് ഇവിടെ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ ആകസ്മികമായി BJP-യിൽ ചേർന്നതിന്റെ പേരിൽ ഞങ്ങളുടെ വിശ്വാസ്യത മുഴുവൻ നഷ്ടപ്പെടാൻ പോകുന്നു, എല്ലാവരും മൈനോറിറ്റീസ് മുഴുവൻ LDF-ന്റെ പിന്നിലേക്ക് അണിനിരക്കാൻ പോകുന്നു എന്നാണ് താങ്കളുടെ വാദം. എന്താണ് LDF-ന്റെ ദേശീയ തലത്തിലുള്ള പ്രസക്തി? എത്ര സീറ്റാണ് പാർലമെന്റിൽ ഉള്ളത്? അതിൽ എത്ര സീറ്റിലാണ് CPM മത്സരിക്കുന്നത്? CPM എത്ര സീറ്റിലാണ് BJP-ക്കെതിരായി മത്സരിക്കുന്നത്? CPM-ന് കഴിഞ്ഞ പാർലമെന്റിൽ എത്ര സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്? മൊത്തം 3 സീറ്റ് അല്ലേ? ദേശീയ തലത്തിൽ എത്ര പെർസെന്റേജ് വോട്ട്സ് ആണ് അവർക്ക് കഴിഞ്ഞ ഷെയർ കിട്ടിയിട്ടുള്ളത്? 2.75% അല്ലേ? നിഷേധിക്കാമോ? അവിടെ ഏകദേശം 19.75%, 20%-നകത്ത് വോട്ട് ഷെയർ കിട്ടിയിട്ടുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരുപാട് പ്രതിസന്ധിയിൽ അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇപ്പൊ അതിനുശേഷം കുറെ അലയൻസ് ഒക്കെ ഉണ്ടായി. ഞങ്ങൾ ഇന്ത്യ മുന്നണി അതിനകത്ത് CPM കൊണ്ട് സമ്മതിക്കുന്നു. അതെ, അതാണ് ഞാൻ താങ്കളെ ബോധ്യപ്പെടുന്നത്. താങ്കളൊന്ന് അടങ്ങുന്നേ. അപ്പൊ അങ്ങനെ 2.25% വോട്ട് ഷെയർ ദേശീയ തലത്തിലുള്ള CPM. ആ CPM-ന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ അവർ എത്രത്തോളം ശക്തരായിരുന്നു എന്നുള്ളത് നമുക്ക് തർക്കമില്ല. ചില സ്ഥലങ്ങളിൽ ബംഗാളിൽ, ത്രിപുരയിൽ, അതുപോലെ UP-യിൽ അവർക്ക് ഒരു ഘട്ടത്തിൽ 44 MLA-മാരുണ്ടായിരുന്നു. പഞ്ചാബിൽ അവർക്ക് 18 MLA-മാരുണ്ടായിരുന്നു, 2 MP-മാരുണ്ടായിരുന്നു. UP-യിൽ അവർക്ക് MLA-മാരുണ്ടായിരുന്നു. ബീഹാറിലും ആന്ധ്രാപ്രദേശിലും അവർ പ്രതിപക്ഷമായി വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ അവസ്ഥ എന്താണ്? എവിടെ പോയി അവരുടെ നേതാക്കന്മാരൊക്കെ? എന്തേ പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും അവരുടെ ഓഫീസ് ഉൾപ്പെടെ BJP ലയിച്ചത്? ഇനി ലയിച്ചവരുടെയും പോയവരുടെയും MP-മാരുടെയും MLA-മാരുടെയും ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ വായിക്കാം. ഒരുപാടുണ്ട്. ഖഗൻ മുർമു എന്ന് പറയുന്ന ആൾ CPM-ന്റെ MLA ആയിരിക്കുകയാണ് BJP ടിക്കറ്റിൽ മത്സരിച്ചത്. അപ്പോ ദേശീയ തലത്തിൽ 2.25% വോട്ട് ഷെയർ മാത്രമുള്ള CPM BJP-ക്ക് ബദലായി ഞങ്ങളൊരു സംവിധാനമായി മാറാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ താങ്കൾ സൂചിപ്പിച്ച ആ ന്യൂനപക്ഷത്തെ കുറിച്ച് ഞാൻ പറയുന്നത്, അവർ അത്ര വിവരമില്ലാത്തവരാണ്. അവർക്കിത് ബോധ്യപ്പെടില്ലേ? ദേശീയ തലത്തിൽ കോൺഗ്രസിന് മാത്രമേ BJP-ക്ക് ബദലാകാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം പ്രത്യേകിച്ച് കേരളത്തിലെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ നിന്നുൾപ്പെടെ അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും ജയിച്ചവരാണ്. താങ്കൾ വെയിറ്റ് ചെയ്യൂ. വെറും പരമാവധി 2 മാസം താങ്കൾ വെയിറ്റ് ചെയ്യൂ. കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് താങ്കൾക്ക് ബോധ്യപ്പെടും. അന്നത്തെ ദിവസത്തെ ചർച്ചയിൽ ഞാനും താങ്കളോടൊപ്പം ഉണ്ടാകും. നമുക്കന്ന് ചർച്ച ചെയ്യാം. കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ ഒരു പത്മജ വേണുഗോപാൽ, തീർച്ചയായിട്ടും അവർ ഇന്നലെ വരെ ഈ നിമിഷം വരെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. 1 മണിക്കൂർ മുമ്പാണ് അവർ പാർട്ടി വിട്ടിട്ടുള്ളത്. അവരെ പോലെ ഒരു വ്യക്തിത്വം പാർട്ടി വിട്ടു പോകുമ്പോൾ പാർട്ടിക്ക് എന്ത് ക്ഷീണമുണ്ടാകുന്നോ, അല്ലെങ്കിൽ കെ കരുണാകരന്റെ മകളായതുകൊണ്ട് അവർ പിന്നെ എന്ത് മെസ്സേജാണ് കേരളത്തിൽ നൽകുന്നതെന്നോ എന്നൊക്കെ കെ കരുണാകരനെ അസസ് ചെയ്യാനും കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കോൺഗ്രസിനെ അസസ് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കെ മുരളീധരനെ അസസ് ചെയ്യാനുള്ള ബോധ്യമുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുന്നത്, പത്മജ വേണുഗോപാലിനെ അസസ് ചെയ്യാനുള്ള ബോധ്യമുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച്
ഇപ്പൊ നോക്കൂ, ഇവിടുന്ന് BJP പോയവരുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇവിടെ ആദ്യമായി സംസ്ഥാനത്തിന്റെ ഒരു ഇടതുപക്ഷ MLA ആണ് BJP പോയി കേന്ദ്രമന്ത്രിയായത്. അത് നമ്മൾ മറന്നോ? ഇടതുപക്ഷത്തിന്റെ അദ്ദേഹം പറഞ്ഞു പോയതല്ലേ, അതിനോട് മറുപടി പറഞ്ഞു നിർത്താം അല്ലെ. അൽഫോൺസ് കണ്ണന്താനം കേന്ദ്രമന്ത്രിയായി. അദ്ദേഹം ആരായിരുന്നു ഇതിനു മുമ്പ്? കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള CPM-ന്റെ MLA. വിശ്വനാഥ മേനോൻ NDA സ്ഥാനാർത്ഥിയായി കേരളത്തിൽ മത്സരിച്ചു. അദ്ദേഹം ആരായിരുന്നു കേരളത്തിൽ? അദ്ദേഹം കേരളത്തിൽ ധനകാര്യമന്ത്രിയായിരുന്നു CPM-ന്റേത് അല്ലെ. അപ്പോൾ അവരൊക്കെയാണ് ഇത്തരത്തിൽ ദേശീയ തലത്തിൽ സംസ്ഥാനത്ത് ആദ്യം BJP-യിൽ പോയിട്ടുള്ളവർ. ഇനി പോയവരുടെ അവസ്ഥയോ? പോയ അബ്ദുള്ള കുട്ടി, അദ്ദേഹത്തിന് പദവിക്ക് വേണ്ടി ദേശീയ തലത്തിൽ എന്തോ പദവി കൊടുത്തു എന്നുള്ള അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് എന്ത് പ്രസക്തിയാണ്? ഏറ്റവും അവസാനം ഞങ്ങളുടെ കൂട്ടത്തിൽ KPC ജനറൽ സെക്രട്ടറി ആയിരുന്ന പത്മജ വേണുഗോപാലിനെ തന്നെ KPC ജനറൽ സെക്രട്ടറി ആയിരുന്ന വിജയൻ തോമസ് പോയി. അദ്ദേഹത്തെ കാണാനും കേൾക്കാനും ഇല്ല. അദ്ദേഹം പൊളിറ്റിക്കൽ സർക്കിളിൽ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. കാരണം KPC-യിലൊക്കെ ആയിരുന്നപ്പോൾ എല്ലാ ദിവസവും നിറഞ്ഞു നിന്ന, തിരുവനന്തപുരം നഗരത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചും കാണാനില്ല, കേൾക്കാനില്ല. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇതെല്ലാം വിലയിരുത്താനും ഇതെല്ലാം ബോധ്യപ്പെടാനും ഓരോരുത്തരുടെയും ശരിയും തെറ്റും മനസ്സിലാക്കാനും കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അവരത് വിലയിരുത്തും, അതനുസരിച്ച് അവർ പ്രവർത്തിക്കും. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഇരിക്കാം, നമുക്ക് നോക്കാം. അതൊക്കെ സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവല്ലോ.